കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടു ബാലൻ കോയമ്പത്തൂർക്ക് പോവാണ്. അപ്പൊ കടയിലെ ചില കാര്യങ്ങളുടെ ആവശ്യത്തിനായിട്ട് അപ്പൊ അതിന് ഡീലറെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ പോയ സമയത്ത് തന്നെ ആര്യനും ആകാശും അവരെല്ലാരും കൂടെ ചേർന്നൊരു തീരുമാനം എടുത്തു. കിട്ടിയ അവസരം മുതലാക്കണം. ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ലേ, അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. ബാലിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മട്ടൻ വാങ്ങുന്നത്. അപ്പൊ മട്ടൻ വാങ്ങിച്ച് നമുക്കൊണ്ട് ആഘോഷിക്കാം. അച്ഛനും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയാം. അങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു, അതെ മട്ടൻ ഞാൻ സ്പോൺസർ ചെയ്തോളാന്ന് പറയാം. ആര്യം പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ പോയി വാങ്ങിച്ചോണ്ടോ നാളെന്ന് പറയണം. ഗോമതി പറഞ്ഞു, എന്താ പിള്ളേരെ ഇങ്ങനെയൊക്കെ, അച്ഛൻ എവിടെ ഇല്ലാന്നോർത്ത് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ധർമ്മം പറഞ്ഞു, കാര്യം പറഞ്ഞാൽ അളയൻ ഇവിടെ ഇല്ലാത്തൊരു ചില വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യമല്ലേ കിട്ടിയേക്കണേ, അപ്പൊ നമ്മളത് എൻജോയ് ചെയ്യണ്ടേ. ഇങ്ങനെ ഒരു ദിവസം ഇനി വീണ് കെട്ടത്തില്ല അടുത്തെങ്ങെന്ന് പറയാം. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, ശരിയാ മാമൻ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണം, നമുക്ക് അടിച്ചു പൊളിച്ചേക്കാന്ന് പറയണേ. ഈ സമയം നേരെ ബാലിനെ കൊണ്ടുവിട്ടിട്ട് ആനന്ദ് വരുവാണ്. ആനന്ദിനോട് ഈ കാര്യങ്ങളൊക്കെ പറയാം. ആനന്ദ് പറഞ്ഞു, വേണോ അച്ഛനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എങ്ങനെ അറിയാനാ എന്റെ ആനന്ദേട്ടാ, ഇങ്ങനെ പേടിച്ചിട്ട് കാര്യമുണ്ടോന്ന് പറയാം. ഗോമതിയുടെ മുഖം അങ്ങോട്ട് വല്ലാതിരിക്കുക. അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ, അമ്മയൊന്ന് എൻജോയ് ചെയ്തേ, കിട്ടിയ അവസരമല്ലേ. മീനാക്ഷി പറഞ്ഞു, അമ്മേ ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങളെ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട്. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ ഇതിനൊന്നും അനുവദിക്കില്ലോ. മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ. അച്ഛൻ എന്താണെങ്കിലും ഉണ്ടെങ്കിലും മട്ടൻ വാങ്ങാനോ അല്ലെങ്കിൽ ഇവിടെ ഒച്ചപ്പാടും വേളം വെക്കാനോ ഒന്നും സമ്മതിക്കില്ല. നമുക്കൊരു പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ചങ്ങോട്ട് പൊളിക്കാന്നേ. അന്ന് ട്രിപ്പ് പോയിട്ട് കൊടൈക്കനാൽ ട്രിപ്പ് പോയിട്ടോ അടിച്ചു പൊളിക്കാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് നമ്മൾ അതിനും കൂടെ കൂടിയിട്ട് എൻജോയ് ചെയ്യാൻ പോവാന്ന് പറയാം. അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കില്ലേ, അമ്മ ഞങ്ങളോടൊപ്പം കൂടാൻ പറയാം. അവസാനം ഗോമതിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. പോരാത്തതിന് മീനാക്ഷി അല്ലേ, മീനാക്ഷിയുടെ അടുത്ത് ഗോമതിയുടെ ഒരടവും നടക്കില്ല. മീനാക്ഷി എങ്ങനെയാലും പറഞ്ഞത് വളച്ചൊടിച്ച് തന്റെ രീതിയിലേക്ക് അങ്ങ് കൊണ്ടുവരും. മീനാക്ഷിനെ പിന്നെ ഇപ്പം ഗോമതിക്ക് നല്ല വിശ്വാസമാണ് താനും. കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മീനാക്ഷി ബാലനെ ആണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും പറഞ്ഞത് കൺവിൻസ് ചെയ്യാനായിട്ട് മീനാക്ഷി പ്രത്യേക ഒരു കഴിവ് തന്നെയുണ്ട്. അങ്ങനെ എല്ലാവരും സമ്മതിച്ച് ആ കാര്യം തീരുമാനിക്കുകയാണ്. ഈ സമയം ആര്യം പറഞ്ഞു, ഞാൻ പോയി മട്ടൻ വാങ്ങിച്ചോണ്ട് വരാന്ന് പറയണം. പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു മീനാക്ഷി പോയി പൈസയെ കൊണ്ടേ കൊടുക്കണം ആര്യന്. അങ്ങനെ മട്ടൻ വാങ്ങാനായിട്ട് അങ്ങ് പോയി. ഈ സമയത്ത് ആകാശ് മീനാക്ഷിയോട് പറഞ്ഞു, അല്ല എനിക്കൊരു സംശയമുണ്ട്, എന്താ അച്ഛനെങ്ങാനും വന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ആകാശേട്ടാ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ. നമുക്ക് വീണ് കിട്ടിയ അവസരമല്ലേ, അപ്പൊ ഇത് നമ്മൾ മാക്സിമം നമ്മളിത് വിനിയോഗിക്കേണ്ടെന്ന് നിൽക്കും. അതൊക്കെ ശരിയാ. പിന്നീട് ഗോമതി അടുക്കളയിലേക്ക് കയറുവാണ്. മട്ടൻ കൊണ്ടുവരുമ്പോഴത്തേനും അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ. ഉച്ചക്കത്തെ ഊണ് അങ്ങനെ ഗംഭീരമാക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരു സദ്യ ഉണ്ടാക്കാൻ തന്നെ തീരുമാനിക്കുക. ഈ സമയം മീനാക്ഷി പറഞ്ഞു, അല്ല നമുക്ക് വെറൈറ്റി ആയിട്ട് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കണ്ടെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, വെറൈറ്റി ആയിട്ടോ, അതെ അച്ഛനും ഇവിടെ ഇല്ലല്ലോ, അപ്പൊ നമുക്ക് എന്തെങ്കിലും കൂടെ ഉണ്ടാക്കാം. അപ്പൊ ഞാനും ഒരു കാര്യം ചെയ്യാം, ഞാനും അനുസരിച്ചും കൂടെ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാന്ന് പറയണം. നിങ്ങൾ പോകാനോ, അതിനെന്താമേ ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് വരാന്ന് പറയണം. പിന്നീട് അനുസരിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ അനുസരി വാ നമുക്ക് രണ്ടും കൂടെ കടയിലേക്ക് പോകാന്ന് പറയണം, സാധനങ്ങൾ വെച്ചിട്ട് വാങ്ങിക്കാണ്ടെന്ന് പറയും. അല്ല അതിന് ആകാശേട്ടനൊക്കെ പോകത്തില്ലേ, അവരവിടെ നിൽക്കട്ടെ നമുക്ക് പോയിട്ട് വരാന്ന് പറയാം. ഈ സമയം ഗോമതി ഒരു ശരിയാ, ആകാശിനോടും ആനന്ദിനോടും ഒക്കെ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ ബാലേട്ടൻ പോയിരിക്കുന്നത്. വരുമ്പത്തേനും കണക്കുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായി ചെയ്തു വെക്കണമെന്ന്. ഈ സമയം ആകാശമാണ് ശരിയാ, അതെങ്ങാനും ചെയ്തു വെച്ചില്ലെങ്കിൽ അച്ഛൻ മിക്കവാറും നമ്മളെ ശരിയാക്കും. പോരാത്തതിന് സൺഡേയും കൂടെ അല്ലേ, ഇന്നിവിടെ എന്തെടുക്കുവാരും ചോദിക്കും. ഞങ്ങൾ അത് പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാം, അപ്പൊ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ പറയണം. ശരിയെന്നും പറഞ്ഞിട്ട് മീനാക്ഷി അനുസരിയും കൂടെ നേരെ കടയിലേക്ക് പോവാം. അങ്ങനെ അവര് കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി രണ്ടുപേരും തിരിച്ച് നടന്നു വരുവാണ്. അങ്ങനെ നടന്നു വരുന്ന സമയത്താണ് മീനാക്ഷി ആ കാഴ്ച കാണുന്നത്. ബൈക്കിൽ മിഥുനും വരുന്നേ. മിഥുനെ കണ്ടത് മീനാക്ഷി ഒരു നിമിഷം ഞെട്ടി അമ്പരന്ന് പോയി. ഇത് അവനല്ലേ അന്ന് അവിടെ കൊടൈക്കനാലിൽ വെച്ച് തന്നെ ഫോളോ ചെയ്ത് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവന്. പെട്ടെന്ന് മീനാക്ഷി അവനെ കണ്ടത് ഓടി അങ്ങ് ചെല്ലുക, എടാന്ന് പറഞ്ഞ് അങ്ങ് ചെന്നു. അപ്പൊ അവന്റെ ബൈക്കിന് എന്തോ സ്റ്റാർട്ടിംഗ് ട്രബിൾ വന്നിട്ടാണ് ഇതിനവിടെ പതുക്കെ ഒരു സൈഡ് നേരത്ത് വണ്ടി ഒതുക്കുവാണ്. ഈ സമയത്താണ് മീനാക്ഷി ഓടി അങ്ങോട്ട് ചെല്ലുന്നത്. എടാന്ന് പറഞ്ഞിട്ട് അവന്റെ കോളറിന് കയറി പിടിക്കാൻ തുടങ്ങുവാണ്. മീനാക്ഷിയെ കണ്ടതും മിഥുന് ആളെ മനസ്സിലായി. മിഥുൻ എന്ത് ചെയ്യണം, പെട്ടെന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് തുടങ്ങുവാണ്. ബൈക്കിന് സ്റ്റാർട്ട് ആവുന്നില്ല. ഒരു വിധത്തിൽ അവൻ എന്ത് ചെയ്യാണ്, ഉന്തി ഉരുട്ടി അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ്. മീനാക്ഷി പുറകെ ഓടുക. അനുശ്രീക്ക് ഇതൊന്നും കണ്ടിട്ട് എന്താന്ന് മനസ്സിലായില്ല. അനുശ്രീ ചേച്ചി അവിടെ നിൽക്കാനും പറഞ്ഞിട്ട് പുറകെ ഓടുകയാണ്. പക്ഷെ മീനാക്ഷി നിൽക്കുന്നുണ്ടായിരുന്നില്ല. എടാ അവിടെ നിൽക്കുക, നിന്നെ അത് ശരിയാക്കുമെന്നും പറഞ്ഞിട്ട് കയ്യിലിരുന്ന് കൂടൊക്കെ വെച്ചിട്ട് അവനെ എറിയുന്നുണ്ട്. പക്ഷെ മിഥുൻ ആ സമയത്ത് തന്നെ രക്ഷപ്പെട്ട് കിടന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ മീനാക്ഷി നിൽക്കുക. ഈ സമയം അനുശ്രീ വന്നിട്ട് ചേച്ചിക്ക് ഇത് എന്ത് പറ്റി, ചേച്ചി എന്തിനാ ആ ചേണ്ട പുറകെ ഓടിയെന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ ഞാൻ അനുശ്രീയോട് പറയാൻ പറ്റുമോ. അങ്ങനെ നോക്കുമ്പോഴാണ് ആര്യൻ അങ്ങോട്ട് വരുന്നത്.
ആരും മട്ടനൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന വഴിയാ. അപ്പൊ ആരും ചോദിച്ചു, എന്താ ചേച്ചി നിങ്ങൾ രണ്ടും എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുക. പെട്ടെന്ന് അനുസരിച്ച് പറഞ്ഞതേ, ചേച്ചി ഒരു ചേട്ടനെ കണ്ടു ബൈക്ക് വരുന്നേ, ആ ചേട്ടനെ കണ്ടു, ആ ചേട്ടന്റെ പറയൂ ഓടി എന്ന് പറയാ, ആ ചേട്ടനെ പിടിക്കാനായിട്ടെന്ന് പറയാ. എന്താ എടുത്തി, എന്താ പറ്റിയെന്ന് ചോദിക്കാം. അതെ, അന്ന് അവിടെ വെച്ച് എന്നെ ശല്യപ്പെടുത്താനായിട്ട് വന്നില്ലേ കൊടൈക്കനാൽ വെച്ചിട്ട്, അയാൾ ആര്യാന്ന് പറയണം. അയാൾ ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് കണ്ടെന്ന് പറയണം. അവനോ? അതെ, അവൻ തന്നെയാ, ഞാൻ ശരിക്കും വ്യക്തമായിട്ട് കണ്ടതാ. അവൻ എന്നെ മനസ്സിലാവും ചെയ്തു. അവൻ ബൈക്കും കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയണം. അത് കുറച്ച് സമയമായില്ലേ, ഇപ്പോഴങ്ങോട്ട് പോയോളെന്ന് പറയാം. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മിഥുൻ അങ്ങോട്ട് പോവാം. നിങ്ങൾ വീട്ടിലേക്ക്, മിഥുനല്ല ആരും അങ്ങോട്ട് പോവാം, നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളാൻ പറയാം. മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടമൊക്കെ വന്നു. പിന്നീട് അനുസരിയോട് പറഞ്ഞതേ, ഒരു കാരണവശാലും വീട്ടിൽ ചെന്ന് ആരോടും പറയരുത്, അമ്മയും അച്ഛനൊന്നും ആരും അറിയില്ലെന്ന് പറയാം. അല്ല ചേച്ചി, അന്ന് കൊടൈക്കനാൽ വെച്ച് എന്താ സംഭവം ഉണ്ടായെന്ന് ചോദിക്കാം. പിന്നീട് അനുസരിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വന്നു. ചേച്ചിക്ക് അന്നൊരു വാക്ക് പറയാൻ വരായിരുന്നോ, അന്ന് അവൻ നമുക്ക് കൈയോടെ പിടികൂടായിരുന്നല്ലോ വൃത്തികെട്ടൻ എന്ന് പറയണം. ഇനിയിപ്പൊ ഇത് പറഞ്ഞ് വീട്ടിൽ ചെന്ന് ആകെ പ്രശ്നമാക്കണ്ട, നല്ലൊരു ദിവസമായിട്ട് ഇത് കുളമാക്കണ്ട, ആകാശേട്ടനോടൊന്നും പറയണ്ടെന്ന് പറയാം. ശരിയെന്ന് പറയാണ്. കാരണം ഇപ്പോഴിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇനിയിപ്പം ആകാശാണെങ്കിൽ ഇതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല. അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നമായി തീരും. വേണ്ടാന്ന് പറയണം. ശരിയെന്നും പറഞ്ഞങ്ങ് അവര് കയറിപ്പോവാ. ഈ സമയത്ത് കുറച്ച് ദൂരം ചെന്നിട്ടും ആരാന്ന് കണ്ടുപിടിക്കാനായിട്ട് ആര്യന്റെ പറ്റില്ല. ആര്യൻ തിരികെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് ഒന്നും മീനാക്ഷി വെച്ച്, എന്തായി അവനെ കണ്ടോന്ന് ചോദിക്കുക. ഇല്ല, അവനെ കണ്ടില്ലെന്ന് പറയാം. കുഴപ്പമില്ല, അത് കാരണം ആര്യൻ അന്ന് കണ്ടിട്ടില്ലായിരുന്നു ആരെന്നുള്ള. ആകാശം മീനാക്ഷിയും മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ മിഥുനെ. പക്ഷെ ആര്യൻ അറിയത്തില്ല മിത്രയുടെ കാമുകനായ മിഥുനാണ് തന്റെ ഏട്ടത്തിനെ ശല്യം ചെയ്യാൻ വന്നെന്നുള്ള കാര്യം. ഈ സമയത്തോ മിത്ര വല്ലാത്ത ടെൻഷനായിരുന്നു. മിത്ര രാവിലെ എന്നെ മിഥുനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കാണണമെന്ന് പറയണം. അപ്പൊ രാത്രി വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിഥുനെ കാണാനായിട്ട് മിത്ര ചെല്ലുവാണ്. മിത്ര എന്നപ്പം മിഥുൻ ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിക്കാം. അതെ, എന്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ച മട്ടാന്ന് പറയാ. നിന്റെ കല്യാണോ? അപ്പൊ നീ എന്നെ വഞ്ചിക്കോ ചെയ്ത അല്ലേന്ന് ചോദിക്കുക. അല്ല മിഥുനോട്, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്റെ അവസ്ഥ പറഞ്ഞല്ലോ. അച്ഛനും അമ്മയും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ അച്ഛൻ ഭീഷണി മുഴക്കിയേക്കുക, ആത്മഹത്യാ ഭീഷണി. ഒരു കാരണവശാലും ഞാൻ വേറൊരു ബന്ധത്തിന് മുതിരില്ലെന്ന്. കാരണം അച്ഛൻ തീരുമാനിച്ച ബന്ധം തന്നെ നടക്കണം. അപ്പൊ വിവേകമായിട്ടുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ തന്നെ അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മിഥുനെന്ന് പറയാം. മിഥുൻ ചോദിച്ചു, നിന്റെ തീരുമാനം എന്താ? എനിക്കറിയത്തില്ല, നീ വിളിച്ചാൽ മതി, എനിക്ക് ഇറങ്ങി വരാൻ സമ്മതമാന്ന് പറയാം. മിഥുൻ പറഞ്ഞു, അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാർ സമ്മതിക്കുമോ എന്ന് ചോദിക്കുക. എനിക്കറിയില്ല, ഒരു പക്ഷേങ്കില് എന്റെ അപ്പച്ചി ഇറങ്ങിപ്പോയിട്ട് ഇന്നേ വരെ വീട്ടിൽ കയറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു കാര്യം ചെയ്യുക, നീ വീട്ടിൽ വന്ന് ആലോചിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ ആലോചിക്കാൻ പറയാൻ. ഇത് കേട്ട മിഥുൻ പറഞ്ഞു, ഞാൻ വന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാർ നിന്നെ എനിക്ക് കെട്ടിച്ചു തരുമെന്ന് തോന്നുന്നുണ്ടോ? അതെന്താ മിഥുൻ ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കൊരു ഉറപ്പില്ല. നീ ഒരു കാര്യം ചെയ്യുക, അച്ഛനും അമ്മയും ആ ബന്ധത്തിന് നിർബന്ധിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ സമ്മതിക്കാൻ പറയണം. ഇത് കേട്ടതും മിത്ര ഞോഹോ, അപ്പൊ ഇതിനു വേണ്ടിയിട്ടായിരുന്നില്ല എന്നെ എത്രയും നാളെ പ്രണയിച്ചല്ലേന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? കാരണം ഇതിന് സത്യാവസ്ഥ തുറന്നു പറയാൻ പറ്റില്ല. താൻ ഒരു പെരും കള്ളനാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെങ്ങനെ പ്രതികരിക്കുന്നേ? ഇവളൊരിക്കലും അത് അറിയാൻ പാടില്ല. ഇവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയും കുറച്ച് പണം തട്ടിയെടുക്കണം, എന്നിട്ട് വേണം ഇവളെ ഒഴിവാക്കാം. അപ്പൊ മിഥുന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടേ. ഒരു കാര്യം ചെയ്യുക, നീ വീട്ടുകാരുടെ ആരുടെ ഇപ്പൊ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കണ്ട. കല്യാണമല്ലേ, അവര് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോട്ടെ. കൃത്യസമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാന്ന് പറയണ. അല്ല, എന്ത് വഴി ഉണ്ടാക്കാനാ? നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം, നീ എൻ്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും മിത്ര ഒന്ന് ആലോചിച്ചു. അല്ല, നമുക്കിപ്പോൾ ജീവിക്കാനായിട്ട് കുറച്ച് പണം വേണം. ഇപ്പോഴാണെങ്കിൽ ഞാൻ ആകെപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയില്ല, നിന്നെയും കൂടെ കൊണ്ടുപോയി പോറ്റാനുള്ള ഒരു അവസ്ഥയിലൊന്നും അല്ല ഞാൻ. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞേ. അതാണോ? അതിനൊന്നും കുഴപ്പമില്ല, എനിക്ക് കല്യാണത്തിന് വേണ്ടി എടുത്തു വെച്ച ഇഷ്ടം സ്വർണ്ണമൊക്കെ ഉണ്ടെന്ന് പറയണം. ഒരു കാര്യം ചെയ്യുക, ആ സമയത്ത് നീ ആ സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ മതി, നമുക്കതൊക്കെ ആയിട്ട് നാട് വിടാന്ന് പറയാം. മിത്ര പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം. മിത്രയ്ക്ക് അത് അത്ര സെറ്റായിട്ട് തോന്നിയില്ല. കാരണം അങ്ങനെ ഒരു ഇറങ്ങിപ്പോക്ക് തന്റെ അപ്പച്ചിയുടെ അവസ്ഥ തനിക്ക് ഒരിക്കലും ഉണ്ടാവരുതെന്ന് മിത്രയ്ക്ക് തീരുമാനം ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന അങ്ങനെ ദേവമംഗലത്ത് എല്ലാവരും കൂടെ ആഘോഷിക്കണം. ഉച്ചയ്ക്കത്തേനുള്ള ഫുഡൊക്കെ എല്ലാവരും കൂടിയിട്ടാ, ആകാശും ആനന്ദും അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ചേർന്നങ്ങനെ ഉണ്ടാക്കണം. അങ്ങനെ ആഘോഷകരമായിട്ട് ഉച്ചയ്ക്ക് എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പറഞ്ഞു, ഇനി നമുക്ക് കുറച്ച് ഡാൻസും പ്രോഗ്രാമും ഒക്കെ ആയിട്ട് പോകാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, ആരാ ഡാൻസ് കളിക്കുന്നത്? ഡാൻസ് കളിക്കാനൊന്നും അറിയത്തില്ല, അത്യാവശ്യമൊക്കെ നമുക്ക് ചെയ്യാന്ന് പറയാം. അങ്ങനെ അവരെല്ലാവരും കൂടെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അവരുടെ കോമഡി പ്രോഗ്രാംസ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ സമയത്ത് അനുസരിച്ച് പിന്നെ അതെ, നമുക്ക് കുറെ കാലത്തിന് ശേഷം നമുക്ക് ഒരു നല്ലൊരു ദിവസം കിട്ടിയിരിക്കുകയാണ്. ഈ ദിവസം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണമെന്ന് പറയാം.
ഇത് കേട്ട ധർമ്മം പറഞ്ഞ് ശരിയാണ്, മോള് പറഞ്ഞ് കൃത്യമായിട്ടുള്ള കാര്യമെന്ന് പറയാം. ഈ സമയം ബാലൻ എന്ത് ചെയ്യാണ്, ബാലൻ പോയി കോയമ്പത്തൂർക്ക് പോയിട്ട് പകുതി എത്തിയപ്പോഴാണ് അയാൾ ഡീലർ വിളിച്ചു പറഞ്ഞു, അതെ ഇന്ന് ഇങ്ങോട്ട് വരണ്ട, നമുക്ക് പിന്നെ ഒരു ദിവസം മീറ്റ് ചെയ്യാന്ന് പറയണേ, എനിക്ക് അത്യാവശ്യമായിട്ട് വേറെ സ്ഥലം വരെ പോകേണ്ട വന്ന് പറയാ. ഇത് കേട്ടപ്പോൾ പിന്നെ ബാലന് പോകാനായിട്ട് പറ്റിയില്ല. ബാലൻ തിരികെ വീട്ടിലേക്ക് വരുവാണ്. പോയിട്ട് കാര്യമില്ലല്ലോ. ഈ സമയത്ത് എന്ത് ചെയ്യുക, ആര്യനും എല്ലാവരും ഭയങ്കര ജോളിയായിട്ട് അവിടെ എൻജോയ് ചെയ്യായിരുന്നു ബാലൻ പോയ സമയത്ത്. അപ്പൊ ബാലനെ അനുകരിച്ച് അവിടെ ഒരു ഡ്രാമ തന്നെ ചെയ്യുന്നുണ്ട് ആര്യന്. ആ സമയത്താണ് ബാലന്റെ വരവ്. ബാലൻ ഇതൊന്നും അറിഞ്ഞോണ്ടല്ല വരുന്നത്. വരുമ്പോ തന്നെ മുറ്റത്ത് വന്നപ്പോ തന്നെ കേട്ടു ഉച്ചത്തിലുള്ള ഒച്ചപ്പാടും അങ്ങനെ ചിരിയും ബഹളവും ഒക്കെ. ബാലൻ വന്ന് പതുക്കെ ജനൽ വഴി നോക്കുമ്പോൾ ആ കാഴ്ച കാണുന്നത് എല്ലാവരും ഭയങ്കര അടിച്ചു പൊളിക്കുകയാണ്. തന്നെ അനുകരിച്ചാണെങ്കിലോ ആര്യൻ അവിടെ ഭയങ്കരമായിട്ടൊരു നാടകം തന്നെ കളിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോഴത്തേനും ബാലന് ഒട്ടും സഹിച്ചില്ല. ബാലനപ്പം മനസ്സിലൊരു കാര്യം കരുതി, താനില്ലാത്തപ്പോൾ ഇവരെല്ലാം കൂടെ എൻജോയ് ചെയ്യുവാണ്, താനില്ലാത്ത ഇവർക്ക് സന്തോഷം തോന്നേ, താൻ ഇവിടെ ഉള്ളതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല, ഇത്രയും കാലം താൻ ഇവരെ കൂട്ടിപ്പിടിച്ചോണ്ട് നടന്ന് വെറുതെയായി. അപ്പൊ തന്റെ അഭാവത്തില് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. താൻ ഇവിടെ ഒരു അധികപ്പറ്റാന്ന് ബാലന് തോന്നിയിട്ട് ബാലൻ ആ വന്ന പടി തന്നെ തിരിച്ചിറങ്ങി നടക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ഇനിയിപ്പോ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ അറിയാം ബാലൻ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നൊക്കെയുള്ള അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.